ഇങ്ങനെ ഒരു കാര്യത്തിന്റെ പേരിൽ ഇവിടെ വരേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഐ നോ യുവർ ഫീലിങ്സ്. മരുമകന്റെ ജോലി പോകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് സാറിന്റെ മകളെയാണ്. എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. ബട്ട് ഐ എം ഹെൽപ്ലെസ്. വ്യക്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത്. നമ്മുടെ തന്നെ അവയവമാണെങ്കിലും അതിന് ക്യാൻസർ ബാധിച്ചാൽ വാട്ട് വിൽ വി ഡു? മുറിച്ചു കളയും അല്ലേ? എന്തിനാണത്? ബാക്കി ശരീരത്തെ രക്ഷിക്കാൻ. ഞാനും അതേ ചെയ്തുള്ളൂ. ഐ ഹാവ് ടു സേവ് ദി അതർ പാർട്ട് ഓഫ് ദ ബോഡി. പറഞ്ഞത് സാറിന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഉവ്വ്. എങ്കിലും ഒരു പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുക്കാമായിരുന്നില്ലേ എന്ന് തോന്നുന്നു. ഒരു താക്കീതോടെ. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു സാർ. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ അയാളെ വാൺ ചെയ്തിരുന്നു. പക്ഷേ അയാളത് മുഖവിലേക്ക് എടുത്തില്ലെന്ന് മാത്രമല്ല, തെറ്റുകൾ യാതൊരു കൂസലുമില്ലാതെ ആവർത്തിക്കുകയും ചെയ്തു. ഇൻഎഫിഷ്യൻസി ഒരു പരിധിവരെയെങ്കിലും സഹിക്കാം. ബട്ട് ഡിസോബീഡിയൻസ് ദാറ്റ് ക്യാൻ നെവർ ബി എക്സ്ക്യൂസ്ഡ്. ശിക്ഷ ചോദിച്ചു വാങ്ങുകയായിരുന്നു സാറിന്റെ മരുമകൻ. തെറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അയാൾ. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് അക്കാര്യം എനിക്ക് ബോധ്യമുണ്ട്. സംടൈംസ് ബെറ്റർ ദാൻ യു. ദില്ലിയിൽ വെച്ച് ഞാനത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ആ പ്രസാദ് ഇപ്പോൾ ഇല്ല. പകരം ഒരു കൂട്ടം ദുശ്ശീലങ്ങൾക്ക് അടിപ്പെട്ട നിഷേധിയായ ഒരു മനുഷ്യൻ. റെപ്യൂട്ടേഷനുള്ള ഒരു സ്ഥാപനത്തിലും അങ്ങനെ ഒരാളെ വെച്ച് പുലർത്താൻ പറ്റില്ല. എത്രമാത്രം അലിഗേഷൻസ് ആണെന്നോ അയാൾക്കെതിരെ. മദ്യപിച്ചുകൊണ്ട് ഓഫീസിൽ വരിക, കസ്റ്റമേഴ്സിനെ അവഹേളിക്കുക, അവരോട് ഇൻഡീസൻ്റായി പെരുമാറുക, വർക്കിൽ ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുക. എന്തിനധികം പറയുന്നു, ഒടുവിൽ കസ്റ്റമേഴ്സ് കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്ന സ്ഥിതി വരെ കാര്യങ്ങൾ അയാൾ കൊണ്ടുവന്നെത്തിച്ചു. സാറ് പറയും, ഇനിയും അയാൾക്ക് ഞാൻ ചാൻസ് കൊടുക്കണം. സാറൊരു കോളേജ് പ്രൊഫസറാണെന്ന് എനിക്കറിയാം. സാറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഈ മാതിരി പ്രവർത്തിച്ചാൽ സാർ അവന് മാപ്പ് കൊടുക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. സ്ഥാപനത്തിൻ്റെ തലവനെന്ന നിലയിൽ അങ്ങ് ചെയ്തത് 100% ശരിയാണ്. പേഴ്സണൽ ഫീലിങ്സോ സെൻറ്റിമെൻസോ ഒന്നും അല്ലല്ലോ ഒരു സ്ഥാപനത്തെ നയിക്കേണ്ടത്. എനിക്ക് പരാതിയില്ല സർ. ഐ എം സോറി. എന്തിന്? ചെയ്യേണ്ടതേ അങ്ങ് ചെയ്തുള്ളൂ. സ്റ്റിൽ ഐ എം ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ. പ്രസാദിനെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തെറ്റായ വഴിയിലൂടെയാണ് അയാളുടെ സഞ്ചാരം. പ്രതീക്ഷിക്കാത്തതാണ് സംഭവിക്കുന്നത്. ഞാൻ ഇറങ്ങട്ടെ. ഇത്രയും നേരം സാറിൻ്റെ ജോലി തടസ്സപ്പെടുത്തേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഏയ്, അതൊന്നും സാരമില്ല. പിന്നെ പ്രസാദ് സ്വയം തിരുത്താൻ തയ്യാറായാൽ മറ്റെവിടെയെങ്കിലും ഒരു ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഐ നോ ഹിസ് കാലിബർ. വരട്ടെ സർ. ശരി. എന്താ അയച്ചാ? ഒന്നും ആയില്ല, ആവുകയുമില്ല. അത്ര നല്ല ഇമേജാണ് എൻ്റെ മരുമകൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. വാ പോവാ. ശങ്കർജി സാറല്ലേ? ആ, എന്താ സാർ ഈ വഴിക്ക്? അത് നിങ്ങളുടെ MD ഒന്ന് കാണാൻ. കണ്ടില്ലേ? ഉവ്വ്. പോട്ടെ. പ്രസാദിൻ്റെ കാര്യമാണെങ്കിൽ MD അനുകൂലമായൊന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട സാർ. കാരണം അത്തരം കോപ്രായങ്ങളാ അയാളിവിടെ കാട്ടിക്കൂട്ടിയത്. അറിഞ്ഞു. പ്രധാനപ്പെട്ട കാര്യം MD പറഞ്ഞോ എന്തോ? എന്ത്? സാറിനോട് പറയാൻ സ്വല്പം ബുദ്ധിമുട്ടുള്ള സംഗതിയാ. സാറ് പ്രസാദിൻ്റെ ഫാദറിലെ ആണല്ലോ. പക്ഷേ സാർ അറിയാതിരിക്കുന്ന ബുദ്ധിയല്ല. സാറിനെ അറിയിക്കേണ്ട കടമ നമുക്കുണ്ട്. വേറൊന്നുമല്ല സാർ, പെൺവിഷയമാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? പ്രസാദ് ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ട്. അടുപ്പമെന്ന് വെച്ചാൽ പരിസരബോധം പോലും മറന്നുള്ള അടുപ്പം.
ഞങ്ങളൊന്നും അതിന് കൂട്ടു നിൽക്കാഞ്ഞപ്പോ ഞങ്ങൾ ശത്രുക്കളായി. ആ കുട്ടി സ്ഥിരം ഇവിടെ വരും. എന്നിട്ട് രണ്ടാളും കൂടി ഇറങ്ങി അങ്ങ് പോവും. വേറെ എന്ത് പ്രശ്നമാണെങ്കിലും MD ക്ഷമിച്ചേനെ. പക്ഷേ ഇതങ്ങനല്ലല്ലോ. ആരാ പെൺകുട്ടി? സോറി സർ, അത് ഞങ്ങൾ പറയില്ല. വിശേഷിച്ച് സാറിനോട് ഞങ്ങൾ പറയില്ല. പറയുന്നത് ഒട്ടും മര്യാദയല്ല. എന്തായാലും സാർ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാ. വാ. ആ. എന്തായി? എന്താവാൻ? മോളെ, അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല. നമ്മൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. നടന്നത് നടന്നതാണ്. നമ്മൾ വെറുതെ ആഗ്രഹിച്ചതുകൊണ്ടെന്ത് വിശേഷം? ഒരിക്കൽ തീരുമാനിക്കാനും അടുത്ത നിമിഷം ആ തീരുമാനം പിൻവലിക്കാനും അതൊരു വ്യക്തിയല്ല, സ്ഥാപനമാണ്. ഇന്നുവരെ ഒരിടത്തും ആർക്കു വേണ്ടിയും ഒരു ശുപാർശ ചെയ്യാൻ ഈ അച്ഛൻ പോയിട്ടില്ല, സ്വന്തം മക്കൾക്ക് വേണ്ടി പോലും. ആ പതിവ് ഇന്ന് തെറ്റിച്ചു. പക്ഷെ പ്രയോജനം ഉണ്ടായില്ല. MD എന്തു പറഞ്ഞു അച്ഛാ? പറയുകയായിരുന്നില്ല, അക്കമിട്ട് നിരത്തുകയായിരുന്നു. എൻ്റെ മരുമകൻ്റെ തെറ്റുകൾ, വീഴ്ചകൾ, താൻ ആരാണെന്നും എന്താണെന്നും എവിടെയാണ് ജോലി നോക്കുന്നതെന്നും ഒക്കെ മറന്ന് ചെയ്തു കൂട്ടിയ ധീരകൃത്യങ്ങൾ. കമ്പനിയെ കേസിൽ കൊടുക്കുന്നിടത്തോളം അത് എത്തിയെന്ന് പറയുമ്പോൾ കൂടുതൽ വിശദീകരണമൊന്നും വേണ്ടല്ലോ. സത്യത്തിൽ MDയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചിരുന്നു പോയി ഞാൻ. ഈശ്വര, എന്റെ കുട്ടിയെ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? തെറ്റ് ചെയ്യുന്നവർക്കല്ലമ്മേ ഇപ്പം ശിക്ഷ കിട്ടുന്നത്, നിരപരാധികൾക്കാ. കുറ്റവാളികൾ വളരെ വിദഗ്ധമായി രക്ഷപ്പെടും. തെറ്റെന്റെ ഭാഗത്താണ്. ഏറ്റവും ക്രൂരമായ തെറ്റാണ് ഞാൻ ചെയ്തത്. പുറന്തോട് മാത്രം കണ്ട് അയാളെപ്പറ്റി ഞാൻ വിധി എഴുതി. മാന്യൻ, സംസ്കാര സമ്പന്നൻ. പക്ഷേ അകം ഞാൻ കണ്ടില്ല. എനിക്ക് ചതി പറ്റിപ്പോയി ഭാഗ്യലക്ഷ്മി. എന്റെ കുട്ടിയുടെ ജീവിതം ഞാൻ ഇല്ലാതാക്കി. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. ഇതൊന്നും അച്ഛന്റെ തെറ്റല്ല, ആരുടെയും തെറ്റല്ല. ഓരോ ജന്മത്തിന്റെയും വിധിയ അതനുഭവിച്ച മതിയാവും. ഹലോ റാം. ആ, ഇന്നൊരു VVIP ഇവിടെ വന്നിരുന്നു. നമ്മൾ അരച്ച് കലക്കി കൊടുത്താൽ ഒറ്റ മോന്തിന് ഫിനിഷ് ചെയ്യുന്ന ഒരാളിന്റെ അമ്മായി അച്ഛൻ. അതാര്? മിസ്റ്റർ ശങ്കർജി. അങ്ങേരെന്തിനാ ഇവിടെ? ഓ, MDയെ കണ്ട് കാല് പിടിക്കാനാവും, മരുമോനെ തിരിച്ചെടുപ്പിക്കാൻ. അതെ. എന്നിട്ടെന്താ? സത്യം ശിവം സുന്ദരം. MD സുന്ദരമായി കാര്യം പറഞ്ഞു. അപേക്ഷ മുടക്കി കീശയിലിട്ട് അമ്മായി അച്ഛൻ പുറത്തുപോയി. MD പറഞ്ഞതിന്റെ ബാക്കി ഞങ്ങളും പറഞ്ഞു കൊടുത്തു, വളരെ വൃത്തിയായിട്ട്. ബാക്കിയെന്ന് വെച്ചാൽ? ബാക്കിയെന്ന് വെച്ചാൽ അത് തന്നെ. വിഹിതമല്ലാത്തതെന്തോ അത് അവിഹിതം. ബ്യൂട്ടിഫുൾ. എല്ലാം പറഞ്ഞില്ലേ? ഈച്ച് ആൻഡ് എവറി പോയിന്റ്. പെൺകൊച്ചാരാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. ഹ, കളഞ്ഞില്ലേ? പറയേണ്ട കാര്യം മാത്രം പറയാതെ പിന്നെ എന്ത് കുന്തമാ നിങ്ങൾ പറഞ്ഞത്? വിവരദോഷികൾ.
തോക്കിൽ കയറി വെടിവെക്കല്ലേ റാം. പ്രതി ശങ്കർജി സാറിന്റെ മോള് തന്നെയാണെന്ന് ആ മുഖത്ത് നോക്കി എങ്ങനെ പറയും? വേണ്ട, മുഖത്ത് നോക്കി തന്നെ അത് പറയണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? മുഖത്ത് നോക്കാതെ പറഞ്ഞൂടായിരുന്നോ? ഫൂൾസ്. ഫൂൾസ് ആയതുകൊണ്ടല്ല, നന്നായി ആലോചിച്ചതുകൊണ്ട്. എന്ത് ആലോചന? നമ്മൾ ഇപ്പൊ തന്നെ ആ പെൺകുട്ടി യമുനയാണെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, എന്താ സംഭവിക്കുക? ശങ്കർജി അവളെ വിളിച്ച് ഫയർ ചെയ്യും. അതോടെ യമുനയും പ്രസാദുമായുള്ള ബന്ധം കട്ടാവില്ലേ? ഈ മാതിരി ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങൾ മുളയിലെ നുള്ളാൻ പാടില്ല റാം. അത് നേരാ. നുള്ളിയാൽ അതിന് പിന്നെ വളർച്ച ഉണ്ടാവില്ല. നമ്മളെപ്പോലുള്ളവർക്ക് ഒന്നും കാണാനും ഉണ്ടാവില്ല. ഇതൊരു ഷോ അല്ലേ റാം, ഒരു സ്റ്റേജ് പെർഫോമൻസ്. നമ്മൾ കാഴ്ചക്കാരും. വളരാൻ സ്കോപ്പുള്ള ഭാഗങ്ങൾ വളരാൻ അനുവദിക്കണം. അങ്ങനെ വളർന്ന് വളർന്ന് വഷളാവണം. ഇല്ലെങ്കിൽ കാണുന്നവർക്ക് എന്തോന്ന് ത്രില്ലേ. ശരിയാണ് നമ്പൂതിരി പറഞ്ഞത്. ലെറ്റ് ദം കണ്ടിന്യൂ ആസ് ദേ ആർ. ഒളിച്ചും മറഞ്ഞും അവർ തെറ്റുകൾ തുടരട്ടെ. അങ്ങനെ ആ ബന്ധം കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആകും, അൺബ്രേക്കബിൾ ആകും. ആ സ്ഥിതിയിൽ അവർ പിടിക്കപ്പെട്ടാൽ അതൊരു വലിയ ദുരന്തത്തിൽ ചെന്ന് കലാശിക്കും. റൈറ്റ്, നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഇളയ മകളാണ് മൂത്ത മകളുടെ ജീവിതം തകർക്കുന്ന ബോംബെന്ന് തൽക്കാലം മഹാകവി അറിയണ്ട, അല്ലേ? അതെ, സ്ഫോടനം കൃത്യസമയം എത്തിയിട്ട് നടന്നാൽ മതി. അതെ, അതാണ് ശരി. ഗുഡ് ഐഡിയ. എന്തായാലും നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം പ്രസാദ് എന്ന അതിബുദ്ധിമാനായ എഞ്ചിനീയറിംഗ് ജീനിയസിന്റെ നാശമാണ്. ദേവേട്ട, ചായ. എന്താ ഒരു ആലോചന? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ ദേവേട്ട? പ്രസാദിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഏ, നേരാണോ? എന്റെ ഈശ്വര, എന്താ ഈ കേക്കുന്നേ? എന്തിനാ പിരിച്ചുവിട്ടെ? കമ്പനി ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞുവിടുന്നത് എപ്പോഴാണ്? അയാൾ കമ്പനിയുടെ താല്പര്യത്തിനും സൽപ്പേരിനും ഭീഷണിയാവുമ്പോൾ. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ശ്യാമേ. അത്ര ഫാസ്റ്റായിട്ടായിരുന്നു തെറ്റിലൂടെയുള്ള പ്രസാദിന്റെ പോക്ക്. ഉപദേശിച്ചു നോക്കി, നിയന്ത്രിക്കാൻ നോക്കി, കഴിഞ്ഞില്ല. കടിഞ്ഞാൻ നഷ്ടപ്പെട്ട കുതിരയെ എങ്ങനെ രക്ഷിക്കാൻ? സുമിത്ര ഇതറിഞ്ഞോ? അറിഞ്ഞാലും എന്ത് വിശേഷം? ഈശ്വര, ഇതെങ്ങനെ സഹിക്കും സുമിത്ര? എത്രയോ നാളായി പ്രസാദ് കാട്ടിക്കൂട്ടുന്ന പലതും സഹിക്കയല്ലേ സുമിത്ര? അതിൻ്റെയൊക്കെ ഒരു ക്ലൈമാക്സ് ആയി ഇതും സഹിക്കേണ്ടി വരും. ജോലി പോയതിൽ പ്രസാദിന് ദുഃഖമൊന്നും ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് അയാൾ ജോലി ഉപേക്ഷിച്ചിട്ടും എത്രയോ ദിവസങ്ങളായി. ആഹാ, അത് ശരി. അപ്പൊ അവന്റെ ജോലി പോയോ? ബലേ ബേഷ്. അത് പോകുന്ന എനിക്ക് പണ്ടേ അറിയായിരുന്നു. അവൻ കുർത്തദോഷല്ലേ? അമ്മ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചേ? എന്താ, എനിക്കങ്ങോട്ട് വരാൻ പാടില്ലേ? ഞാൻ എന്താടാ ഇവിടുത്തെ വേലക്കാരിയാ? അത് കൊള്ളാം. ആരാ അങ്ങോട്ട് വിളിച്ചേന്ന്? കൂട്ടുകാരന്റെ പണി ഒരു പോക്ക് പോയ കാര്യം ഞാൻ കേട്ടത് കുറച്ചിലായി പോയില്ലേ? ദേ, ആ തല തിരിഞ്ഞവന്റെ പോലെ നീ നടന്ന നിന്റെ പണിയും പോവും. 3.5 തരാം. എന്നാൽ ആ പെങ്കൊച്ചിന്റെ ഗതി അതോ ഗതി ആയില്ല ഭഗവാനെ. അതുവല്ല കുളത്തിലോ കിണറ്റിലോ ചാടുമെന്ന എന്റെ പേടി. അമ്മായി ഒന്ന് അപ്പുറത്തേക്ക് പോകണ്ടോ? വെറുതെ കരുനാക്കെടുത്ത് വളയ്ക്കാതെ. ആഹാ, രാജകുമാരിക്ക് പിടിച്ചില്ല അമ്മായിയുടെ സൗന്ദര്യം. ആർക്കാടി കരുനാക്കുള്ളത്? ദേ നോക്കിയേ, എനിക്ക് കരുനാക്കുണ്ടോ? ഇത് വലിയ ശല്യമായല്ലോ. അമ്മായിയോട് അപ്പുറത്തേക്ക് പോകാനാ പറഞ്ഞ. ദേ അലറണ്ട. അലറിയാലും നീ പുലിന്നാവാൻ പോകുന്നില്ല. പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ കിടന്ന് അലറുന്നു. പെങ്കോന്തെ. ഒരക്ഷരം സംസാരിക്കാൻ പറ്റില്ലെന്നായിരിക്കുന്നല്ലോ. എപ്പോഴാ എവിടെന്നാ പ്രത്യക്ഷപ്പെടുക എന്ന് ഒരു നിശ്ചയവുമില്ല. ശ്യാമേ, തനിക്കെന്ത് പറ്റി? ഞാൻ പ്രസാദേട്ടന്റെ കാര്യം ആലോചിക്കായിരുന്നു. ആളെ ഞാൻ കണ്ടില്ല. വേറൊരു വഴിക്കാ വിവരം പറഞ്ഞത്. ഇനി നേരി കണ്ട ചിലപ്പോൾ ഞാൻ നിയന്ത്രണം വിട്ട് വല്ലതും പറഞ്ഞു പോകും. അത്ര ദേഷ്യമുണ്ട് എനിക്ക്. എന്തിനാ കാണുന്നത്? ഇനി ആ കാഴ്ചയൊക്കെ കുറയ്ക്കുന്നതാ നല്ലത്. കുടിച്ച് വെളിവില്ലാതെ നടക്കുന്ന പ്രസാദേട്ടനായിരുന്നില്ലല്ലോ ദേവേട്ടന്റെ ഫ്രണ്ട്. അയാൾ നശിക്കാൻ തീരുമാനിച്ച പോലുണ്ട്. അതാ പറഞ്ഞത്, നമുക്കിനി ആ സൗഹൃദം വേണ്ടെന്ന്. നമ്മളായിട്ടത് കട്ട് ചെയ്തില്ലെങ്കിൽ പഴയ പോലെ സംസാരിക്കാനും കുമ്പസരിക്കാനും അയാൾ ഇനി ഇവിടെ കയറി വരും.
എനിക്ക് ബുദ്ധിമുട്ടാ ദേവേട്ട. പക്ഷേ അങ്ങനെ വേണ്ടെന്ന് വയ്ക്കാവുന്ന ബന്ധമാണോ പ്രസാദുമായിട്ടുള്ളത്? കുടുംബജീവിതത്തിലെ പ്രോബ്ലംസ് കൊണ്ടാണല്ലോ അയാൾ ഇങ്ങനെ ആയിപ്പോയത്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ആ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതല്ലേ? സുമിത്രയോട് കാണിച്ച ദ്രോഹത്തിന്റെ ശിക്ഷയാണ് അങ്ങേർക്ക് കിട്ടിയെന്നേ ഞാൻ പറയൂ. കാര്യം നമ്മൾ അത്യാവശ്യ ഘട്ടത്തിൽ പണം തന്ന് സഹായിച്ചിട്ടൊക്കെയുണ്ട് എന്ന് കരുതി ആ പണം എങ്ങനെയെങ്കിലും ഉടനെ തിരിച്ചു കൊടുക്കണം. നിനക്ക് എന്തൊരു ആശങ്കയുള്ള മാതിരി തോന്നുന്നുണ്ടല്ലോ, ഒരു സംഭ്രമം. ശരിയാ, എനിക്ക് ആശങ്കയുണ്ട്. ഏത് നല്ല മനുഷ്യരും ചീത്ത കൂട്ടുകെട്ടിപ്പെട്ട ചീത്തയാവും. പ്രസാദിന്റെ കൂടെ നടന്ന് ഞാനും വെള്ളോട് തുടങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് അല്ലേ? എൻ്റെ ഭാര്യയെ ഇങ്ങനെയൊക്കെ വൈൽഡായി ഭാവന ചെയ്യാൻ തുടങ്ങിയ ആലോചിച്ച് ഒടുവിൽ വട്ടുപിടിക്കും കേട്ടോ. ഏതായാലും ഉടനെ ഒരു മദ്യപാനിയാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പ്രസാദിന്റെ കൂടെ നടന്നാലും ഇല്ലെങ്കിലും. പിന്നെ ഒരു സുഹൃത്തിൻ്റെ വീഴ്ചയിലല്ലേ അയാളെ നമ്മൾ സഹായിക്കേണ്ടത്. പ്രസാദ് ഇപ്പോൾ വീണ് കിടക്കുക. ഈ സമയത്ത് അയാളെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല ശമേ. എല്ലാം ദേവേട്ടന്റെ ഇഷ്ടം പോലെ. പക്ഷേ ആ പണം എത്രയും വേഗം നമുക്ക് തിരിച്ചു കൊടുക്കണം. കൊടുക്കാം. ദാ ഇത് തണുത്തു, വേറെ ചായ ഉണ്ടോ? കിടക്കുന്നില്ലേ? രാത്രി ഒരുപാടായി. ഞാനൊന്നും അറിയുന്നില്ല ഭാഗ്യലക്ഷ്മി. കുറെ കുട്ടികളെ പഠിപ്പിച്ചു, കുറെ കവിതകൾ എഴുതി. അല്ലാതെ എന്റെ ചുറ്റും നടക്കുന്നതിനെ പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നമ്മുടെ മോള്, നമ്മുടെ സുമിത്ര. എന്താ ഇത്? എന്നെ ആശ്വസിപ്പിക്കാനുള്ള ആള് ഇങ്ങനെ തളർന്നാലോ? സംഭവിച്ചത് എന്തായാലും സംഭവിച്ചു. ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്തിനാ? ഒരു ജോലി പോയെന്ന് കരുതി വേറൊന്നും കിട്ടാതിരിക്കില്ലല്ലോ. അതെത്രയും വേഗം കിട്ടാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കിട്ടു ശങ്കരേട്ട. കാരണം അത്ര പാപമൊന്നും നമ്മൾ ആരോടും ചെയ്തിട്ടില്ലല്ലോ. ജോലിയും ശമ്പളവും ഒന്നും അല്ല ഭാഗ്യലക്ഷ്മി ഇപ്പോഴത്തെ പ്രശ്നം. അതൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. പിന്നെന്താ പ്രശ്നം? എന്താണെന്നേ ഇങ്ങനെ മിണ്ടാതിരുന്ന എനിക്ക് ആദ്യം കയറും. ഇന്ന് MD കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേൾക്കാൻ പാടില്ലാത്ത ഒരു വാർത്ത കൂടി ഞാൻ കേട്ടു. ആരെ പറ്റി? പ്രസാദിനെ പറ്റിയാണോ? അതെ, പ്രസാദിനെ പറ്റി തന്നെ.